ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ അല്ല, ഈസിയുടെ ഈ വേഴ് ഒരു ഡേ. അപ്പോൾ ഒരു ഫുൾ ഡേ ഇല്ല, കാരണം എനിക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഹാഫ് ഡേ ആണ്. അപ്പോൾ ഈസ മദ്രസയിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൂട്ടി ഒറ്റയ്ക്ക് ഊഞ്ഞാലാടാണ്. നല്ല ചൂടാണ്, അതുകൊണ്ട് അധികം ഞാൻ പുറത്തിറക്കാറില്ല. എന്നാലും ഒരു 11 മണി വരെയൊക്കെ അവരെന്തായാലും പുറത്തിറങ്ങി കളിക്കും. പിന്നെ ഞാൻ നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റലാണ്. അപ്പോൾ ഈസ എന്തായാലും വരാനായിട്ടുണ്ട്. അപ്പോൾ ഒരു 9:30 ആകുമ്പോഴേക്ക് ഈസ എത്തും. ഈസ വന്നിട്ട് ഈസ കൈ നിറയെ മിഠായി ആയിട്ടാണ് വന്നത്, ഇവയ്ക്കും കൂടിയിട്ട്. അപ്പോൾ അവർ മിഠായിയൊക്കെ കഴിക്കുകയാണ്. തീരെ കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പൈപ്പിലൊന്നും വെള്ളമില്ല. അതുകൊണ്ട് സാധാരണ ഈസ വന്ന് കഴിഞ്ഞിരുന്ന് മേലൊക്കെ കഴുകുക, അത് ഇന്ന് പറ്റിയില്ല. പോകുമ്പോൾ കുളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിൽ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പത്തിരിയും ചെറുപയർ കറിയാണ്. ഈ കുട്ടിക്ക് ചെറുപയർ കറി അത്ര ഇഷ്ടമല്ല, ഈസക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർ കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവർ വീണ്ടും ഊഞ്ഞാലാടാണ്. അപ്പോൾ നേരത്തെ കൂട്ടി കുറേ ആടിയത് കൊണ്ട് ഈസക്ക് ഒരു ചാൻസ് ഒക്കെ കൊടുത്ത് ഈസ ആടി കഴിഞ്ഞ് പിന്നെ ഈ കൂട്ടി ആടി. അങ്ങനെ എന്തായാലും എന്താണെന്ന് പറഞ്ഞാൽ അധികം അടിയൊന്നും ഇല്ലാണ്ട് കളിച്ചിട്ടുണ്ട്. സാധാരണ അവർ ഒരുമിച്ച് കളിക്കുമ്പോൾ എപ്പോൾ അടിപൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ കുട്ടികളൊന്നും പുറത്തിറക്കരുത് ശരിക്കും. എന്നാലും ഒരു 11 മണി വരെയൊക്കെ അവർ പുറത്തുനിന്ന് കളിക്കട്ടെ, പിന്നെ എന്തായാലും അകത്തേക്ക് കയറ്റാം. നല്ല ചൂടല്ലേ, നമുക്ക് മുതിർന്നവർക്ക് തന്നെ ചൂട് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ അവരെ കളിയൊക്കെ കഴിഞ്ഞ് അവരെ അകത്തേക്ക് കയറ്റാം. ഇപ്പോൾ വിളിക്കുന്നുണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ അവർ വരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇപ്പം നിർബന്ധിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറ്റാൻ. പുറത്തിറങ്ങിയാൽ എങ്ങനെ അകത്തേക്ക് കയറിയേയില്ല. അവർക്കിങ്ങനെ പുറത്തിറങ്ങി കാക്കയോടും പൂച്ചയോടൊക്കെ ഇങ്ങനെ ഓരോ കിന്നാരങ്ങൾ പറഞ്ഞിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ കുട്ടിക്ക്. ഈസക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കണം. അവനക്ക് ഇവിടെ അധികം സുഹൃത്തുക്കളില്ല, അത് എനിക്ക് ഭയങ്കര ഒരു വിഷമാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല, അവൻ്റെ പ്രായത്തിലൊരു കുറേ കുട്ടികളുണ്ട് കളിക്കാൻ. അപ്പോൾ എനിക്ക് എപ്പോഴും അവിടെ പോകാനാണ് ഇഷ്ടം. അവനെപ്പോഴും പറയും എനിക്ക് കോട്ടയ്ക്കൽ പോകണം എന്ന്. ഇവിടെ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും അങ്ങനെയില്ല, അതുകൊണ്ട് ഇവർ രണ്ടാളും തന്നെയാണ് കളിക്കുക. അപ്പോൾ അവരങ്ങനെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറും പേഷ്യൻ്റൊക്കെ ആയിട്ട് കളിക്കുകയാണ്. ഈസ ഡോക്ടറും ഇവയുടെ ബേബിയും കൊണ്ട് ഡോക്ടർ കാണാൻ വന്നിരിക്കുകയാണ്. ഈ ഒരു കളി തുടങ്ങി അവർ പെട്ടെന്ന് അടിയായിരിക്കും. എന്താണെന്നറിയില്ല, ഇങ്ങനൊരു കളി തുടങ്ങിക്കോ അപ്പം അടി പൊട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കളി അധികം നീണ്ടു നിൽക്കൂല. അപ്പോൾ അവരെ കളി പുരോഗമിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് അടിപൊട്ടുക എന്നുള്ളത്. അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൻ്റെ കരച്ചിൽ അത് ഭയങ്കരമാണ്. അത് നിർത്താൻ ഒരുപാട് പാടുപെടണം. ഈ വീട്ടിൽ കരച്ചിൽ തുടങ്ങിയാൽ അങ്ങനെയാ, അത്ര പെട്ടെന്നൊന്നും നിർത്തില്ല. ഈസോ ഡോക്ടർ ചെക്കപ്പൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എനിക്ക് ഫുൾ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നല്ല പനിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വോയിസ് ഓവർ ചെയ്യാനൊക്കെ അന്ന് തീരെ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിറ്റേന്നൊക്കെ വെച്ചതാണ്. ഇപ്പോൾ കുറച്ചൊക്കെ സൗണ്ടൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയത്. അപ്പം ഇക്കളി എന്തായാലും അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ബോളൊക്കെ എടുത്ത് ബോൾ കൊണ്ടാണ് കളിയിനി. അപ്പോൾ കറണ്ട് ഇതുവരെയും വന്നിട്ടില്ല, അതുകൊണ്ട് ഹിബൂട്ടിയുടെ കുളി അവിടെ പെൻഡിങ് ആയി കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും സമയം എന്തായാലും ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കിനും ലഞ്ച് കൊടുക്കണം. അപ്പോൾ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ചോറൊക്കെ കഴിച്ച് കളി. സാധാരണ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഹിബൂട്ടി ചോറൊക്കെ തിന്നൽ. അപ്പോൾ മോരുകറിയും ചോറുമാണ്. മോരുകറി ഒരു അയിലയുണ്ട്, അതൊക്കെ കഴിച്ച് അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ഫുൾ ഡേ ആയിട്ട് എന്തായാലും ഒരിക്കൽ വരാം. എല്ലാവർക്കും നന്ദി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.